പോയി. ഇനി ഒരു റെട്രോ റിവൈൻഡ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. നമ്മൾ പഴയ കാലത്തേക്ക് പോകും. നമ്മൾ പഴയ കാലത്തേക്ക് വീണ്ടും പോവാൻ പോവാണ്. 3 പേര് റെഡിയല്ലേ പോവാനായിട്ട്? പോവാലോ. അപ്പൊ ഞാനും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ ജനിക്കുന്ന കാലത്തിന് മുമ്പിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അകീതി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം അകീതി ഓൺ സ്റ്റേജ്. എന്തോ എത്ര ദിവസമായി കണ്ടിട്ട്? എത്ര ദിവസമായി? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അതാ ഇങ്ങോട്ട് ചോദിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട്. എല്ലാം ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടല്ലോ എം ജെ സാറിന്. മൊത്തത്തേക്ക് ശരിയാവുന്നില്ല. ബോളർ ചെയ്യണ പോലെയാ. വേണം അങ്ങോട്ട് ബോളർ അതുപോലെ തിരിച്ചു. നമുക്ക് രണ്ടർക്കും ഹോംവർക്ക് കിട്ടിയില്ല. ആണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തേ. എനിക്ക് മിസ് ചെയ്തു. അതാണ്. പക്ഷെ ആദ്യം പറഞ്ഞില്ലല്ലോ. അത് പറയാൻ വരികയായിരുന്നല്ലോ. ആണല്ലോ. അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. കുറച്ചും കൂടി ടൈം തന്നെ ഞാൻ പറയായിരുന്നല്ലോ. എല്ലാം അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാ ഒന്നുകൂടെ പറഞ്ഞോ. മിസ് ചെയ്തു കേട്ടോ. സന്തോഷം. അത് കേൾക്കാനാണ് അത് കേൾക്കാൻ വേണ്ടിയാ. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, എന്തൊരു സ്നേഹമാണ് കുഞ്ഞുങ്ങളുടെ അല്ലേ. ഇന്നിപ്പോ ഭയങ്കര ചുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ വളരെ 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 ഇഷ്ടു. അത് മാത്രല്ല, നമ്മുടെ ഇവിടെ എല്ലാ മിക്ക കണ്ടസ്റ്റൻസിന്റെയും നമ്മൾ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്. അകീതി കുട്ടിയുടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പെട്ടിയിലിരുന്ന ഒരു പ്രൊഫൈൽ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. പൊടി തട്ടി എടുത്തിരിക്കും. അത് അടിയിൽ പോയി കിടക്കായിരുന്നു. അതിനെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാലോ. ജീവാംശമായി താനേ നീ എന്നിൽ. ഇത് മോള് ആദ്യമായിട്ട് പാടിയ പാട്ട് ഇതാണ്. അപ്പം ഈ പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആൾക്ക് പാട്ടിനുള്ള ഒരു കഴിവുണ്ട് എന്ന്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തമാക്കി. അച്ഛനും അമ്മയും ചേട്ടനും അച്ഛമ്മയും അടങ്ങിയതാണ് എൻ്റെ ഫാമിലി. എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും നന്നായി പാടും. ഒരു പക്ഷേ എൻ്റെ അമ്മയിൽ നിന്നായിരിക്കാം എൻ്റെ പാട്ടുണർന്നത്. നെഞ്ചിനിക്കൽ ഉൻ പൊൻപടിയിൽ തൂങ്ങി ഞാൻ പോതുമത് ഗണം എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും ഞാൻ നിങ്ങളുടെ മുന്നിലെത്താൻ വലിയൊരു കാരണം എൻ്റെ അച്ഛൻ തന്നെ. കാരണം അച്ഛന് കൊടുത്ത വാക്ക് അച്ഛൻ എന്നിലൂടെ സാധിച്ചെടുത്തു. വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കായിരുന്നു കൂടുതൽ ആഗ്രഹം മോളെ വലിയൊരു പാട്ടുകാരിയായി കാണണമെന്ന്. നിർഭാഗ്യവശാൽ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എല്ലാ റിയാലിറ്റി ഷോയ്ക്കും അച്ഛൻ പറയും കൊണ്ടുപോയി പാടിപ്പിക്കണം, അവളെ ടി വിയിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അത് വലിയൊരു വിഷമമായി. ഇപ്പോൾ അച്ഛൻ ഞങ്ങളെ കൂടെ ഇല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ. അത് വലിയൊരു സങ്കടം. എൻ്റെ മാമൻ തന്നെയാണ് എൻ്റെ പാട്ടുമാഷം. എനിക്ക് കട്ട സപ്പോർട്ടായി എൻ്റെ ഫാമിലിയും ഉണ്ടാവും എൻ്റെ കൂടെ. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളും ഉണ്ടാവില്ലേ എൻ്റെ കൂടെ. പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. ഇതില് ഒരു സർപ്രൈസ് ഒളിഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ അസലായിട്ട് പാടുമല്ലോ. അമ്മയ്ക്ക് ഒരു നല്ലൊരു ബേസ് വോയിസ് ഉണ്ട്. എന്റെ ചേച്ചിയുടെ ശബ്ദം ഒരുപോലെ. പാടിയപ്പോ അതിനു മുമ്പേ പാടിയ പാട്ടുണ്ടല്ലോ, ആദ്യം പാടിയ ജീവാംശം. ജീവാംശമായി. അതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ആ ശബ്ദത്തിന് ഒരു പ്രത്യേകത തീർച്ചയായിട്ടും. അപ്പൊ അമ്മയുടെ ഒരു 2 ലൈൻ കേൾക്കാമല്ലോ. അതെ. എല്ലാം சொல்லவே ஒரு நாள் போதுமா அன்பே இரவை கேட்கலாம் விடியில் தாண்டியும் இரவை நீளுமா என் கனவெல்லாம் நான் கண்டாலா நாளிதுதான் கலாப காதலா பார்வைகளாலா கலை
கதைகள் பேசிடலாம் கலாபக்காதலா ശാബാഷ്. ஒன்றா ரெண்டா ஆசைகளே எல்லாம் சொல்லவே ஒரு நாள் போதுமா அன்பே இரவை கேட்கலாம் விடியில் தாண்டியும் இரவே நீடுமா സൂപ്പർ രസമുള്ള വോയിസ് അല്ലേ അതെ അതെ ഇത് Beautiful voice. ഡബിൾ ബേസ് വോയിസ് അതെ 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 അല്ല അതിന്റെ ടെക്സ്ചർ ഭയങ്കര Texture ഭയങ്കര രസം. ഇത് മിക്കവാറും ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് കുത്തിക്കൊണ്ട് പോകും തോന്നുന്നു അത് മാത്രല്ല ചേച്ചി ഇങ്ങനെ ചമ്മുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും പാട്ട് പാടാൻ തീരെ അറിയാത്ത ആളാന്ന് പക്ഷെ പാടി കഴിയുമ്പോ ഭയങ്കര അതെ നന്നായി പാടുന്നു പ്രൊഫഷണൽ അതെ അതെ പക്ഷെ ഇനി പാടണം കേട്ടോ ഭയങ്കര ഗാനമേളയ്ക്കൊക്കെ അടിപൊളിയായിട്ടാ പാടുന്നത് ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ടോ ഇല്ലാന്ന് പക്ഷെ ഇപ്പൊ നല്ല പ്രൊഫഷണൽ അത് സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ ആകെ പാടി. കുട്ടിയെ പഠിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറഞ്ഞു കൊടുത്തായിരിക്കും മേ ബി അല്ലേ ആ അതെ Yes. അപ്പൊ എന്തായാലും ഭർത്താവിന്റെ സപ്പോർട്ടും വേണ്ടി വരും ഇങ്ങനെ മിക്കവാറും ആരെങ്കിലേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ഒരാൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കുട്ടൻ ചേട്ടൻ. തീർച്ചയായിട്ടും ഉണ്ട് സപ്പോർട്ട് ഉണ്ട് പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയാ അതാണ് പ്രശ്നം. പേടിയാണ് പ്രശ്നം പേടി മാറ്റണം ബ്യൂട്ടിഫുൾ വോയിസ് ആട്ടോ ഒഴിവാക്കുന്നില്ല ആ. നല്ല ഭംഗിയുള്ള ശബ്ദം അല്ല, നല്ല രസമുണ്ട് recording കേൾക്കാൻ ഇത് നല്ലൊരു ഇതായിരിക്കും ഒരു unique voice ആണ്. പുതുമയായിരിക്കും Yes. അല്ലേ കുട്ടൻചേട്ടാ തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമായി വേറൊരു കാര്യം കൂടെ ഉണ്ട് അമ്മ വളർത്തുന്ന മകളും മകൾ വളർത്തുന്ന അമ്മയാണെന്ന് മനസ്സിലായി അതെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ അങ്ങനെ ആവും അല്ലേ അപ്പൊ പാട്ട് ഒരു വട്ടം കൂടി ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഡീറ്റെയിൽസ് വർഷം 1992 82 മ്യൂസിക് MB ശ്രീനിവാസൻ സാർ Okay. പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ പിന്നെ പാടിയത് യേശുദാസ് സാർ പിന്നെ മൂവി ചില്ലാണ് നിന്നുടൽ മിന്നണ ചില്ല് ഓ കല്ലാണ് വെൺതിങ്കൾ മൂക്കുത്തി കല്ല് നിറ ചെമ്പകത്തോപ്പിലെ ചിത്രപതംഗങ്ങൾ നീ പാടുന്ന പാട്ടിലെ പൊന്മധു തേടുന്നേ പെണ്ണെ നിന്നെ കാണാൻ താരകമാനത്ത് വന്നേ ഇപ്പൊ മൂവി ചില്ലാണ് മൂവിയുടെ പേര് ചില്ല അത് കൊള്ളാം ഇത്രയും ഗ്രാൻഡ് ഇൻട്രോ ആദ്യമായിട്ടായിരിക്കും മൂവിയുടെ പേര് കല്ലല്ല ചില്ല്. അതെ Yes. കേക്കാം നമുക്ക് പാട്ട് ഓക്കെ Ready. ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വേറൊരു വളരെ പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ MB ശ്രീനിവാസൻ സാർ ജനിച്ചത് സെപ്റ്റംബർ 19, 1925 അപ്പോ 2025 ആകുമ്പോ 100 വർഷം. 100 വർഷം 100 വർഷം കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു. ഈ 100 വർഷത്തിന് നമുക്ക് MBS സാറിന് കൊടുക്കാവുന്ന, ടോപ്പ് സിംഗറിന് കൊടുക്കാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ടാണ് ഇന്നത്തെ അഗൈതയുടെ പാട്ട് കേട്ടോ. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. അഖേതി കുട്ടി, എന്തോ your score is 96.75 out of 100. അപ്പൊ ഗീതക്കുട്ടി എന്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ. ബൈ ബൈ.